ഞാനിപ്പോൾ ഉള്ളത് ഉസ്ബെക്കിസ്ഥാനിലാണ്. അപ്പോൾ നമുക്കിവിടെ സമർഖന്ദ് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിലും ബുഹാറ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിലെല്ലാം സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഓഫീസിൽ നിന്ന് ആദ്യമായിട്ട് ഈ ഒരു കാര്യം സ്റ്റുഡൻസിൻ്റെ കൂടെ പോകാൻ എന്നെയാണ് സെലക്ട് ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. കാരണം ഞാനിതുവരെ പറഞ്ഞു കേട്ടിട്ടുള്ള വീഡിയോസിലും ഫോട്ടോസിലൊക്കെ മാത്രം കണ്ടിട്ടുള്ള ഒരു കൺട്രി, അതുപോലെ തന്നെ ഈ യൂണിവേഴ്സിറ്റീസൊക്കെ വിസിറ്റ് ചെയ്യാൻ പോവുകയാണല്ലോ എന്നുള്ളൊരു ഹാപ്പിനെസ് എൻ്റെ മനസ്സിൽ നല്ല രീതിക്ക് ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ വന്ന് സ്റ്റുഡൻസിന് ചെയ്തു കൊടുക്കേണ്ട ഡ്യൂട്ടീസൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് നല്ല രീതിക്ക് ടെൻഷനും ഉണ്ടായിരുന്നു. കാരണം ഈ ഒരു സെൻട്രൽ ഏഷ്യൻ കൺട്രിയിൽ ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. അപ്പോൾ ഇവിടുത്തെ ഒരു കൾച്ചർ, ഇവിടുത്തെ ഒരു ലാംഗ്വേജ് അതൊക്കെ നമ്മുടെ നാട്ടിലേക്കാൾ എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. അങ്ങനെ ഞാനിവിടെ എത്തി. ഇവിടെ പഠിക്കാൻ വരുന്ന സ്റ്റുഡൻസിനെ പോലെ തന്നെ എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. ഞാൻ ആ സമയത്ത് എൻ്റെ ഫ്രണ്ടിനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എടാ എനിക്കിവിടെ ഫോട്ടോയിലും വീഡിയോയിലും കാണുന്ന പോലെയല്ല, ഭയങ്കര ഒറ്റപ്പെടലാണ്, സർവൈവ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, ഫുഡ് പറ്റണില്ല, അതുപോലെ തന്നെ ഇവരെ കൾച്ചറുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റണില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അവൻ എൻ്റെ അടുത്ത് പറഞ്ഞത്, എടാ എല്ലാവർക്കും കിട്ടുന്നൊരു ഓപ്പർച്യൂണിറ്റി അല്ല എൻ്റെ മുമ്പിൽ ഓപ്പൺ ആയിട്ടുള്ളത്, അത് നല്ല രീതിക്ക് എക്സ്പ്ലോർ ചെയ്യുക, നല്ല രീതിക്ക് യൂസ് ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ അപ്പോഴാണ് ഒരുപാട് നാളത്തെ എൻ്റെ ഒരു ആഗ്രഹം, സ്വന്തമായിട്ടൊരു ബ്രാൻഡ് ബിൽഡ് ചെയ്യുക എന്നുള്ളൊരു ആഗ്രഹം എന്തുകൊണ്ട് എനിക്ക് ഇവിടുന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്തുകൂടാ എന്നുള്ളൊരു ചിന്ത വന്നത്. ഫസ്റ്റ് ഫേസ് കാണിച്ചൊരു വീഡിയോ ഇടുമ്പോൾ എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. നിങ്ങളെ പോലെ തന്നെ ഫ്രണ്ട്സ് കളിയാക്കോ, മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്നുള്ള ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതൊരു ഫസ്റ്റ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് വരെ മാത്രമായിരുന്നു. ഞാൻ പ്രതീക്ഷിക്കാത്ത ഒരുപാട് പേര് എന്നെ സപ്പോർട്ട് ചെയ്തു. 1-2 നെഗറ്റീവ് കമൻറ്റ്സ് വന്നിട്ടുണ്ടെങ്കിലും അതിനേക്കാൾ കൂടുതലായിരുന്നു എനിക്ക് കിട്ടിയ സപ്പോർട്ട്. അപ്പോൾ നിങ്ങളും എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ബാക്കിയുള്ള വഴികളൊക്കെ നിങ്ങളുടെ മുമ്പിൽ തുറക്കപ്പെടും. പിന്നെ നിങ്ങൾ എബ്രോഡ് സ്റ്റഡീസ് പ്ലാൻ ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടും തിരഞ്ഞെടുക്കാവുന്ന ഒരു ബെസ്റ്റ് ഡെസ്റ്റിനേഷനാണ് ഉസ്ബെക്കിസ്ഥാൻ. അപ്പോൾ അതിൻ്റെ കൂടുതൽ അപ്ഡേറ്റ്സും കൂടുതൽ കാര്യങ്ങളൊക്കെ ഞാൻ അടുത്ത വീഡിയോസിലായിട്ട് പറയാം. ഓക്കെ, താങ്ക് യു.